അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 കിതാബ് നൂറുൽ അബ്സാർ ഫിഖ്ഹ് പഠന പരമ്പര സബഖ് നമ്പർ 38. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലാ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു മശായിഖിന്റെ ദറജ ഉയർത്തട്ടെ, ഉസ്താദുമാരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ, നാഫിയായ ഇൽമ് അല്ലാഹു നൽകട്ടെ, ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. നൂറുൽ അബ്സാറിൽ അൽ ഫസ്ലുൽ ഖാമിസു എന്ന ഭാഗത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ, കക്കൂസിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ, ആദാബുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 6-7ഓളം അദബുകൾ പറഞ്ഞു. ഇന്ന് എടുക്കാനുള്ള ഭാഗം വയുഖദ്ദിമ ദാഖിലൻ യസാറഹു വഖാരിജൻ യമീനഹു എന്നുള്ള ഭാഗമാണ്. അവൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ വയുഖദ്ദിമ മുന്തിക്കണം, ദാഖിലൻ പ്രവേശിക്കുന്ന സമയത്ത്, യസാറഹു ഇടത്തേതിന്, ഇപ്പൊ പ്രവേശിക്കുമ്പോൾ ഇടത് കാല് മുന്തിക്കണം, വഖാരിജൻ പുറത്തേക്ക് വരുന്ന സമയത്ത് യമീനഹു വലത് കാല് മുന്തിക്കണം, വലാ യർഫഅ സൗബഹു അവന്റെ വസ്ത്രം ഉയർത്തണ്ട, വസ്ത്രം ഉയർത്തരുത്, ഹത്താ യദ്നു അവൻ അടുക്കുന്നത് വരെ, മിനൽ അർളി ഭൂമിയോട് അടുക്കുന്നത് വരെ. അപ്പോ എവിടെ ഇരിക്കുന്നത്? ആ ക്ലോസറ്റിന്റെ അവിടേക്ക് എത്തുമ്പോ വസ്ത്രം പൊന്തിച്ചാൽ മതി. ഇവിടെ നടന്നു പോകുമ്പോ തന്നെ വസ്ത്രമൊക്കെ മാടി കയറ്റി അവിറത്ത് വെളിവാക്കി പോകണ്ട. അതിനെവിടെയാണ് വിസർജിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ ക്ലോസറ്റിന്റെ അവിടെ എത്തുമ്പോ അവിടുന്ന് മാത്രമാണ് വസ്ത്രം ഉയർത്തേണ്ടത്. ആ ഭൂമിയോട് അടുക്കുന്നത് വരെ വസ്ത്രം ഉയർത്തരുത്. അത് സുന്നത്ത് അങ്ങനെയാണ്. മറ്റേത് ഔറത്ത് കാണുമ്പോൾ സുന്നത്ത് പോയി ഹറാമെന്നെ സംഭവിക്കും, കറാഹത്ത് പോയി ഹറാമെന്നെ സംഭവിക്കും. മറ്റൊരാള് ഔറത്ത് കാണല്ലേ, അത് പാടില്ല. യദ്നു അടുക്കുന്നത് വരെ, മിനൽ അർളി ഭൂമിയോട് പറഞ്ഞാൽ വിസർജിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. ഇതൊക്കെ മുത്തുനബിയോടുള്ള ഇത്തിബാ ആണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കല്. ഔറത്തൊരാളും കാണിച്ചു കൊടുക്കാൻ പാടില്ല. വയുറഖീഹി അവന്റെ വസ്ത്രം താഴ്ത്തിയിടണം, ഖബല ഇന്തിസാബിഹി നിവർന്നു നിൽക്കുന്നതിന് മുമ്പ് ആ വസ്ത്രം അവൻ താഴ്ത്തിയിടേണ്ടതാണ്. അതാണ് അതിന്റെ ഒരു സുന്നത്ത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ പോലെ വസ്ത്രമൊക്കെ താഴ്ത്തിട്ട് പോരണം. അല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആളുകൾ നോക്കുമ്പോൾ ഇവനിങ്ങനെ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഔറത്തൊക്കെ കാണ്ട് അടിവസ്ത്രമൊക്കെ കാണുന്ന രൂപത്തിൽ വരാൻ പാടില്ല. അതൊക്കെ അദബിനെതിരാണ്. കറാഹത്ത് പോയി ഹറാമെന്നെ സംഭവിക്കും ഔറത്ത് കണ്ടാൽ. ഞാൻ ഇരിക്കുന്ന ഒരു ശൈലി പറയാണ്. അവന് ബാത്റൂമിൽ ക്ലോസറ്റിന്റെ അവിടെ ഇരിക്കുമ്പോൾ, വിസർജിക്കുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോൾ വയാത്തമിത് അവൻ അവലംബിക്കണം, ഊന്നിയിരിക്കണം. ഫിൽ ജുലൂസ് ഇരുത്തത്തിൽ, അലാ യസാരിഹി ഇരുത്തത്തിൽ ഇടത് ഭാഗത്തിന് മേൽ ചാരണം കൊള്ളേണ്ടതാണ്. യസാറാണ് ഇടത് ഭാഗം. അപ്പൊ ഇരിക്കുമ്പോൾ ഒന്ന് ഇടത്തോട്ട് ചാഞ്ഞിരിക്കുക, വലത് കാല് പൊക്കിയിരിക്കുക. അതൊരു സുന്നത്താണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വലായുത്തീരുഹു അവനെ നൃത്തം ദീർഘിപ്പിക്കരുത്, തൊവീലാക്കാൻ പാടില്ല. വിസർജനം കഴിഞ്ഞാൽ വേഗം പുറത്തു വരിക, 1 കഴിഞ്ഞാലും 2 കഴിഞ്ഞാലും പെട്ടെന്ന് പുറത്തു ചെയ്യണം. അവിടെ അങ്ങനെ കുറേ നേരം ദീർഘിപ്പിക്കുക എന്നുള്ളതൊരു ശരിയല്ല. വലായത്തകല്ലം അവൻ സംസാരിക്കുകയും ചെയ്യരുത്. ബാത്റൂമിൽ കയറി, ഈ കക്കൂസിൽ ഒരാൾ കയറി, അപ്പുറത്തെ കക്കൂസിൽ വേറെ ആൾ കയറി, എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാം. എന്തൊക്കെ വർത്തമാനം? പ്രായത്തല്ലേ, സുഖല്ലേ, എന്തൊക്കെ അല്ലെ, അതിനുള്ളിൽ നിന്ന് ഫോൺ വിളിക്കുക. ഇതൊന്നും ശരിയല്ല. വലായത്തകല്ലമു അതിനുള്ളിൽ സംസാരിക്കാനും പാടില്ല. ഇനി വൈദങ്കത്തൽ ബൗലു മൂത്രം മുറിഞ്ഞാൽ, മൂത്രമൊഴിക്കൽ കഴിഞ്ഞാൽ, വൈദങ്കത്തൽ ബൗലു മൂത്രമൊഴിക്കൽ കഴിഞ്ഞാൽ മസഹ അവൻ ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ, കാഷ്ടിച്ചു കഴിഞ്ഞാലൊക്കെ മൂത്രദ്വാരത്തിൽ മൂത്രം ഉണ്ടാവും. മൂത്രദ്വാരത്തിൽ മൂത്രനാളത്തിൽ മൂത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ എണീക്കുക, ഇളകുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് വരും. അപ്പം നജസായി, നിസ്കാരം ശരിയാവില്ല, ഒന്നും ശരിയാവില്ല അത് ചുമന്നുകൊണ്ട്. അപ്പം അവിടെ തന്നെ ഒന്ന് തൊണ്ട അനക്കുക, അത് സുന്നത്താണ്. അതിൽ ഇടത് കൈകൊണ്ട് അവിടെ നിന്ന് തടവി കൊടുക്കുക. ശരിക്കൊന്ന് ആ മൂത്രം മുഴുവൻ പൊയ്ക്കോട്ടെ, മാലിന്യം മുഴുവൻ പുറത്ത് പൊയ്ക്കോട്ടെ. അതാണ് വൈദങ്കത്ത അൽ ബൗലു. മൂത്രം നിന്നാൽ, മൂത്രം മുറിഞ്ഞാൽ, മസഹ ബിയദിഹിൽ യുസറ, യുസറാണ് ഇടത്, മസഹ തടവണം, ബിയദിഹി അവന്റെ കൈകൊണ്ട്, അൽ യുസറ ഇടത്തെ കൈകൊണ്ട് അവനിങ്ങനെ തടവണം, മിന്ദുബിരിഹി അവന്റെ പിന്ദ്വാരത്തിന്റെ പിന്ദ്വാരം മുതൽ അവനിങ്ങനെ തടവണം, ഇലാ റഅ്സി ദക്കരിഹി അവന്റെ ലിംഗത്തിന്റെ അറ്റം വരെ, ദക്കറിന്റെ അറ്റം വരെ, തല വരെ അവന് തടവണം. അവിടുത്തെ വിസർജനം മുഴുവൻ പോട്ടെ.
കാരണം എണീറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു തുള്ളിയോ അരത്തുള്ളിയൊക്കെ പുറത്തേക്ക് വന്നാൽ അത് മൂത്രമല്ലേ, വസ്ത്രത്തിലാവും, വസ്ത്രത്തിലാവും, നിസ്കാരം ശരിയാവില്ല, നജസല്ലേ, ഇത് പാടില്ല. അപ്പോൾ ശരിക്കാണ് പോയിക്കോട്ടെ, തൊണ്ട അനക്കുക, കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വനസറഹു, കുടയുക, മെല്ലെ കുടയുക. സലാസിൻ 3 തവണ, ബിലുത്തുഫിൻ, മയത്തോടുകൂടെ മെല്ലെ ലുത്തുഫ് എന്ന് പറഞ്ഞാൽ മെല്ലെ കുടയുക. ഉറക്കനെ കുടഞ്ഞ വീണ്ടും തുടമക്കും വസ്ത്രത്തുക്കൊക്കെ മൂത്രം തെറിക്കൂലേ. അപ്പോൾ വനസറഹു, അവൻ കുടയുക. സലാസിൻ 3 തവണ, ബിലുത്തുഫിൻ, മയത്തോടുകൂടെ മെല്ലെ അവൻ എന്താക്കുക, ലിംഗത്തൊന്ന് കുടയുക. ആ മൂത്രമൊക്കെ ശരിക്കും പോകാൻ വേണ്ടിയിട്ടാണത്, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വലായബൂല്, അവൻ മൂത്രമൊഴിക്കരുത്, നിന്നുകൊണ്ട്, നിന്നതായ നിലക്ക് മൂത്രമൊഴിക്കരുത്. ബിലാഉദിൻ, അകാരണമായി. അപ്പൊ കാരണമില്ലാതെ, പ്രതിബന്ധമില്ലാതെ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ കാലിന് മുട്ടിന് വേദനയാണ്, ഇരിക്കാൻ കഴിയൂല, അപ്പൊ നിന്ന് മൂത്രമൊഴിക്കേണ്ടി വരും, കുഴപ്പമില്ല. ഇടുങ്ങിയ ഫാൻ്റാണ്, മടങ്ങൂല, ഇരിക്കാൻ കഴിയൂല, അപ്പൊ പിന്നെ നിന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. അതിനിപ്പോ ഇന്ന് സൗകര്യങ്ങളൊക്കെ ബാത്റൂം, ഡോറുള്ള ബാത്റൂം ആണെങ്കിൽ, ടോയ്ലറ്റ് ആണ്, അതിൽ കയറി ശരിക്കും വസ്ത്രം അയച്ചിരുന്ന് തന്നെ മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നല്ലൊരു സ്വഭാവമല്ല നിന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളത്. ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അനുവദിക്കുന്നില്ല. പിന്നെ കുടുങ്ങിയ സാഹചര്യത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. വലായബുലു ഖായിമൻ ബിലാ ഉദ്രിൻ, പ്രതിബന്ധമില്ലാതെ നിന്ന് മൂത്രമൊഴിക്കരുത്, മനസ്സിലായല്ലോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. കുറെ സുന്നത്തുകൾ ഇങ്ങനെ പറഞ്ഞു വന്നു അല്ലേ. അപ്പൊ ഇന്നലെ 6ഓളം സുന്നത്ത് പറഞ്ഞു. ഇന്ന് 7ാമത്തെ ഇടതുകാല് മുന്തിക്കുക, 8ാമത്തത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാല് മുന്തിക്കുക, ഉള്ളിലേക്ക് കയറുമ്പോൾ 7ാമത്തെ ഇടതുകാല് മുന്തിക്കുക. 9 വസ്ത്രം ഉയർത്തരുത്. 10 വസ്ത്രം നിവർന്നതിന് മുമ്പ് താഴ്ത്തിയിടണം. 11 ഇടത് ഭാഗം ചാരി ഇരിക്കണം. 13ാമത്തെ സുന്നത്ത് ദീർഘിപ്പിക്കരുത്. 13ാമത്തെ സുന്നത്ത് അവിടെ സംസാരിക്കരുത്. 14ാമത്തെ തടവേണ്ട രൂപം. 15 അല്പം കുടയുക. 16 നിന്നും മൂത്രയിക്കരുത്. നാളെ എടുക്കാനുള്ളത് വലായസ്തഞ്ചി ബിൽമായി എന്നുള്ള ഭാഗമാണ്. അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, ഇതൊക്കെ നിസ്സാര കാര്യമാണ്, പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ കൂടെ ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. അതുപോലെ ഒരുപാട് വൃത്തി, ശുദ്ധി നമുക്ക് ലഭിക്കും. നജസിൽ നിന്ന് വൃത്തിയാവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നജസ് ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് പിശാച് കൂടുതൽ നമ്മിലേക്ക് അടുക്കുക. അതുകൊണ്ടാണ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ആ പ്രൊട്ടക്ട് ചെയ്യേണ്ട ദിക്ർ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ് എന്ന് പറയുകയും, വിസർജ്യം കഴിഞ്ഞ് മൂത്രമൊഴിച്ച് പോരുകയാണെങ്കിലും കാഷ്ടിച്ച് പോരുകയാണെങ്കിലും ശരീരത്തിൽ ഒരു നിലക്കും നജസ് ഉണ്ടാകാൻ പാടില്ല, മാലിന്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവൻ എന്താക്കണം, പോരണം എന്നൊക്കെ പറയുന്നത്. ഔറത്തൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലാ യുത്തീലുഹു എന്ന് പറയുമ്പോൾ ശാസ്ത്രലോകം, ഡോക്ടർമാരെന്ന് പറയുന്നുണ്ട്, കുറേ നേരം അവിടെ ബാത്റൂമിൽ കുത്തിരിക്കുമ്പോൾ, 1 2 കുറേ നേരം കുത്തിരിക്കുമ്പോൾ ബാസൂറൊക്കെ ഉണ്ടാവും, മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടാവും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞതാ. കുറേ നേരം ദീർഘിപ്പിച്ചിരിക്കുമ്പോൾ അതൊക്കെ രോഗം ഉണ്ടാകാൻ കാരണമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കുറേ നേരം ഇരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. പറഞ്ഞാൽ ഒന്നും ഉണ്ടാൻ പാടില്ല. അപ്പോൾ ഒരാൾ കൂട്ടുവായിട്ടു അല്ലെങ്കിൽ തുമ്മിക്കഴിഞ്ഞു, അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. എങ്ങനെ പറയാം? നാവ് കൊണ്ട് ശബ്ദം കേൾക്കാതെ അവൻ ഹമിദ ബി ഖൽബിഹി, അവൻ്റെ ഹൃദയം കൊണ്ടെന്താക്കുക, അവന് സ്തുതിക്കുക, മനസ്സുകൊണ്ട് പറയാം. അപ്പം ഇതിന് പ്രതിഫലം ലഭിക്കും. ജിമാഅയ്യുന്ന ആൾ തുമ്പിക്കഴിഞ്ഞാലും കൂട്ടുവായിട്ടാലും ഹൃദയം കൊണ്ട് പറയണം എന്ന് പറഞ്ഞു കൊടുത്ത് പ്രതിഫലം ലഭിക്കുന്നത് പോലെ. കാരണം അപ്പോൾ വൃത്തില്ലല്ലോ. വൃത്തില്ലാത്ത സമയത്ത് അവന് സംസാരിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇസ്ലാം എത്ര മഹത്തരമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, നസറഹു സലാസം ബിലുത്ഫിന്ന്, മെല്ലെ മൃദുവായി അവൻ കൊടയണം എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒന്ന് തൊണ്ടനക്കുന്നതും നല്ലതാ. തനഹനുഹൻ, ഇങ്ങനെ തൊണ്ടനക്കുക, 1 വട്ടോ 2 വട്ടമൊക്കെ ആക്കുന്നത് നല്ലതാണ്, സുന്നത്താണ്. അതുപോലെ തന്നെ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റൂല, പാടില്ല, കറാഹത്താണ്. ഇനി ഒരു എതിറുണ്ടെങ്കിലോ, കാല് മടങ്ങുന്നില്ല, ഇറങ്ങിയ ഫാൻ്റെ ഇട്ടിട്ടുള്ളത്, കാലുമ മുറിയാണ്, ഇരിക്കാൻ പറ്റൂല, കാലിന് വേദനയാണ്, ഇരിക്കാൻ പറ്റൂല. അപ്പം നിന്ന് മൂത്രമൊഴിച്ചോട്ടെ, കറാഹത്ത് ഇല്ല, കറാഹത്ത് വരില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ സുന്നത്താണെങ്കിലും ചെറുതാണെങ്കിലും ജീവിതത്തിൽ പകർത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.